ഇതുപോലെ വിഷം തുപ്പുന്ന ഒരു വർഗീയവാദിയായിട്ടുള്ള ഒരു ശശികലയുടെ, അതായത് ടീച്ചറൊന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വർഗീയവാദിയുടെ ജൽപ്പനങ്ങൾ എന്നത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒരു ദളിത് ചെറുപ്പക്കാരൻ മലയാളികളുടെ മനസ്സ് കീഴടക്കുന്നത് കാണാനുള്ള ഒരു ശക്തിയൊന്നും ഈ സവർണ മേധാവികൾക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നീ തമ്പുരാനല്ല എന്ന് പറഞ്ഞിടത്താണ് ഈ സവർണ മേധാവികളുടെ മതം പൊട്ടിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഈ ലോകം കീഴടക്കാനായിട്ട് തീർച്ചയായിട്ടും വേടന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വേടനെ പറ്റി ഒരുപാട് ചർച്ചകൾ നടത്തിയതാണ്. എന്നാൽ വീണ്ടും വേടനെതിരെ വലിയ വിമർശനവുമായിട്ടാണ് BJP സംഘപരിവാർ ശക്തികൾ വീണ്ടും പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശികല ടീച്ചർ പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ അതൊന്ന് വായിക്കാം. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ച് പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ അവിടെ അവതരിപ്പിക്കേണ്ടത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം? ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പാക്കേണ്ടത് ഇങ്ങനെയാണോ? വായിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വിഷം തുപ്പുന്ന ഒരു വർഗീയവാദിയായിട്ടുള്ള ഒരു ശശികലയുടെ, അതായത് ടീച്ചറൊന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു വർഗീയവാദിയുടെ ജൽപ്പനങ്ങൾ എന്നത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. പിന്നെ സവർണ മേധാവിത്വത്തിനെതിരെ പടപൊരുതുന്ന വേടനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ, അതായത് ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് കേരളത്തിൽ കിട്ടുന്ന സ്വീകാര്യത അംഗീകരിക്കാനായിട്ട് ചിലർക്ക് സാധിക്കില്ല. അത് അവരുടെ ജാതി വെറിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ വേടൻ അവിടെ അവതരിപ്പിച്ച റാപ്പ് മ്യൂസിക്കിനോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിന്റെ ഗോത്ര കലകളോടുള്ള താല്പര്യമൊന്നുമല്ല. അവർ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇന്ന ജാതിക്കാർക്ക് ഇന്നത് മാത്രമേ അവതരിപ്പിക്കാവൂ. അത് ആര് പറഞ്ഞു? അത് തന്നെ തെറ്റല്ലേ? കാരണം എന്താ വെച്ചാൽ ഇന്ന ജാതിക്കാർക്ക് ഇന്ന കലാരൂപം മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഉള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിശ്ചയം അത് ആരുടെ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്? അത് പണ്ടത്തെ സവർണ മേധാവിത്വത്തിന്റെ ഭാഗമാണ് അവരുടെ ഒരു വാചകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അത് കാണാതെ പോകരുത്. കേരളത്തിൽ ഇത്രയും വർഗീയത പറഞ്ഞിട്ടുള്ള മറ്റൊരാളില്ല. പിന്നെ വേടനെ സംബന്ധിച്ചിട്ട് വേടന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത, വേടൻ അവതരിപ്പിക്കുന്ന പരിപാടികളിൽ കൂടുന്ന ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടം 10,000 കടന്ന് ലക്ഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനത്തിരക്ക് മൂലം പല സ്ഥലങ്ങളിലും പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ദളിത് ചെറുപ്പക്കാരൻ മലയാളികളുടെ മനസ്സ് കീഴടക്കുന്നത് കാണാനുള്ള ഒരു ശക്തിയൊന്നും ഈ സവർണ മേധാവികൾക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ഇതിനെയൊക്കെ വെറുതെ തള്ളിക്കളയുക. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംഘപരിവാർ ശക്തികളുടെ സൈബർ പേജുകളിലൊക്കെ വേടനെതിരെ അതിശക്തമായ എതിർപ്പുകളാണ്. അദ്ദേഹം മതതീവ്രവാദികളുടെയും അല്ലെങ്കിൽ തീവ്രവാദികളുടെ കൈകളിൽ നിന്നൊക്കെ പണം കൈപ്പറ്റിയതിനു ശേഷമാണ് ഇതുപോലുള്ള വേടൻ രാജ്യത്തിനെതിരായിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? വേടൻ പറഞ്ഞത് എന്താണ്? ഞാൻ പാണനല്ല പറയാനല്ല, നീ തമ്പ്രാനുമല്ല, എന്നാൽ എനിക്കൊരു ഇതുമില്ല എന്നാണല്ലോ വേടൻ പറഞ്ഞേക്കുന്നത്. ഇത് നീ തമ്പുരാനല്ല എന്ന് പറഞ്ഞിടത്താണ് ഈ സവർണ മേധാവികളുടെ മതം പൊട്ടിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് പൊള്ളിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഘപരിവാർ ശക്തികൾ ഇന്ന് വേടനെ ഇത്ര അതിക്രൂരമായിട്ട് തന്നെ ഇതേ രീതിയിലൊക്കെ പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. മുൻപൊരു പത്രാധിപർ ഇതുപോലെ തന്നെ വേടനെതിരെ മോശം പരാമർശം നടത്തി അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഈ സംഘപരിവാർ ശക്തികൾ തന്നെയാണ്. എന്തിനാണ് ഇവർക്ക് ഇത്ര ഈ രാജ്യത്തും അതുപോലെ തന്നെ ഒട്ടും ഇല്ലാതിരുന്ന കേരളത്തിലും ഒക്കെ ഈ ഒരു മതത്തിൻ്റെതായ അല്ലെങ്കിൽ ഈ മതവിദ്വേഷത്തിൻ്റെതായ വിത്തുകളൊക്കെ പാകി വരുന്ന തലമുറയ്ക്ക് അവർ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അയാളൊക്കെ ഒരു പത്രാധിപരായിട്ടൊക്കെ നമുക്ക് കണക്കൂട്ടാൻ പോലും പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ വർഗീയത വിളമ്പുന്നവൻ രാജ്യദ്രോഹിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മതേതര രാജ്യത്ത് വർഗീയത വിളമ്പുന്നവൻ എന്നും എപ്പോഴും ഒരു ഭീകരവാദിയാണ്. അതിനകത്തൊരു സംശയമില്ല. ആയിക്കൊള്ളട്ടെ. കാരണം ഇതൊക്കെ വർഗീയത വിളമ്പുന്ന ഒരുത്തിന് വന്നിട്ട് അയാൾ തന്നെ സംസാരിച്ച കാര്യമാണ്. എന്താ ഷവർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർമ്മയാണ് അതിലുള്ളതെന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരം, അതേമാതിരിയുള്ള വിഡ്ഢിത്തരം പുലമ്പുന്ന ഒരാൾ ഏത് പത്രാധിപരായിരുന്നിട്ടും എന്ത് കാര്യമുണ്ട്? കാരണം അയാൾ സമൂഹത്തിന് നൽകുന്ന മാതൃക എന്താ? അല്ല, എന്തോ ആയിക്കോട്ടെ. RSSും ഒരു കുറച്ചൊക്കെ ഒരു പക്വതയുള്ള എത്രയോ നേതാക്കന്മാർ RSSനകത്തുണ്ട്. RSS ഒരു സാമൂഹിക സേവന സംഘടന കൂടിയാണ്. RSSനെ നമ്മൾ അത്ര പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ RSSനകത്തും ഇതുപോലുള്ള ചില പുഴുക്കുത്തുകളുണ്ട്. ഈ RSSനകത്ത് ചില കച്ചവടക്കാരുണ്ട്.
ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പണ്ടത്തെ ഉണ്ടായിരുന്ന RSSകാരല്ല ഇന്നത്തെ RSSകാർ. ഇന്നത്തെ പല RSS നേതാക്കന്മാരും കച്ചവടക്കാരായിട്ട് അതമ്പതിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പലരും കച്ചവടക്കാരാണെന്ന്. കാരണം ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതുകൊണ്ടുള്ള പല കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഒരു സവർണ്ണ മേധാവിത്വത്തിന് മേൽ ഒരു ദളിത് ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോൾ, അത് കൂടാതെ തന്നെ BJP സംഘപരിവാർ ശക്തികളിലൊക്കെ ഒരുപാട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് വേടൻ വരുമ്പോൾ ആ പഴയ സവർണ മേധാവിത്വവും അന്ന് ദളിതർ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ക്രൂരമായ മർദ്ദനങ്ങളുണ്ട്, ദുരനുഭവങ്ങളുണ്ട്, എന്തെല്ലാം പീഡനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യനോട് ഒരു കാരണവശാലും പെരുമാറാൻ പാടില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ പണ്ട് ഈ ജന്മിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയൊക്കെയുള്ള വളരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യമൊക്കെ ഈ ദളിത് വിവാദത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിനെയൊന്നും നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കത്തില്ല. അയ്യങ്കാളിയൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവൻ മരണ പോരാട്ടങ്ങളായിരുന്നു. അങ്ങനെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ബാക്കി പത്രമായിട്ടാണ് ഈ കാണുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന് റോഡിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുന്നത്, ബസ്സിൽ കയറാൻ സാധിക്കുന്നത്, ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ക്ഷേത്രങ്ങളിൽ വിലക്ക്, ബ്രാഹ്മണന്മാർ പോകുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ പോകുന്ന വഴിയിലൂടെ ദളിത് വിഭാഗത്തിന് നടക്കാനുള്ള അർഹത പോലും അവസരം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഉയർത്തപ്പെട്ടു വരുമ്പോൾ അതിൽ ഇവർക്ക് അസൂയ ഉണ്ടാകുമെന്നേ. അത് സഹിക്കാനുള്ളൊരു മാനസിക അവസ്ഥ ഇവർക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതല്ലാതെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ശശികല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിക്കഴിഞ്ഞു. അവനൊരു രാഷ്ട്രീയമായി വരുന്നത് കാണാൻ, അവൻ്റെ ആശയങ്ങൾ രാഷ്ട്രീയമായി ഇവിടെ ഭരണത്തിലെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളും കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വശം. ഇപ്പൊ വേടൻ ഇത്രയധികം മുന്നേറ്റങ്ങൾ, കുറെ പേര് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു കൂട്ടം ആളുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ വേടനെ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് വേടൻ എന്തായിരിക്കും? വേടൻ മലയാളികൾക്കിടയിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേടനെ പിടിച്ച് അകത്തിട്ട ഇടതുപക്ഷ സർക്കാർ, അല്ലെങ്കിൽ പിണറായി സർക്കാർ തന്നെ. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ അദ്ദേഹത്തെ മുഖ്യാതിഥിയായി ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അത് ഇങ്ങനെ കമന്റ് കണ്ടിരുന്നു, പിടിച്ചുകൊണ്ട് പോയവരെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക്. തീർച്ചയായിട്ടും അത് വേടൻ ഇവിടെ തീർത്തിട്ടുള്ള ഒരു തരംഗമുണ്ട്. ദളിത് വിഭാഗത്തിന് നൽകിയിരിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിച്ച് മനസ്സ് മലയാളികൾക്ക് ഒരുപാട് അത് അവിടെ തന്നെയാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് തിരുത്തും, എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളാരും ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്, 10-26 വയസ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആ ഒരു ചെറുപ്പക്കാരൻ വന്ന് എല്ലാവരെയും അദ്ദേഹത്തെക്കാൾ മുതിർന്ന ആളുകളെ വരെ മക്കളെ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഇതിലേക്കൊന്നും പോകല്ലേ എന്നുള്ളൊരു ഉപദേശം കൊടുക്കുന്നത് കാണുമ്പോൾ അത് കേരളം അംഗീകരിക്കും. മറ്റു പല സിനിമാ താരങ്ങളൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം, ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് വളരെ സ്വതന്ത്രമായി ഇവിടെ വിഹരിച്ച് നടക്കുന്നുണ്ട്. അവർക്കെതിരെ കേസില്ല, അവരൊന്നും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അവർക്ക് ചോദ്യം ചെയ്ത് സ്റ്റേഷനിൽ തന്നെ വിട്ടയക്കപ്പെടുകയാണ്. ഒരു വേടൻ മാത്രമാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം വനപാലകരുടെ ഒരു ഉപദ്രവം ആ ചെറുപ്പക്കാരന് മേലുണ്ടാവുന്നത്. ഇതൊക്കെ പക്ഷെ അതൊരു നല്ല കാര്യമായിരുന്നു. അതിനുശേഷമാണ് വേടൻ കുറെ കൂടി ശ്രദ്ധിക്കപ്പെട്ടതും ആളുകള് കുറെ കൂടി കണ്ടതും. ഇനി എനിക്ക് തോന്നുന്നു ലഹരിയുടെ അംബാസഡർ ആക്കണം എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ പറഞ്ഞിരുന്നു. അതിന് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ അംബാസഡർ ആക്കി വേടനെ മാറ്റാനായിട്ട് സാധിക്കും. കാരണം വേടൻ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ, വേടൻ അറിയാത്ത ഏത് ചെറുപ്പക്കാരാണ് കേരളത്തിലുള്ളത്, വേടൻ അറിയാത്ത ഏത് വിദ്യാർത്ഥികളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ വേടൻ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ സവർണ മേധാവിത്വം വെച്ച് പുലർത്തുന്ന ആ ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. ഇനി വേടൻ ഒരു വലിയ മുന്നേറ്റമായിട്ട് മാറാൻ പോവുകയാണ്. വേടൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേടന്റെ പരിപാടികൾ വരികയാണ്. അവിടെയൊക്കെ പോയിട്ട് വേടൻ പറയാൻ പോകുന്നതും പാടാൻ പോകുന്നതും ഇതാണ്. ഇത് കേൾക്കാനുള്ള ശക്തിയൊന്നും ഇവർക്കില്ല. അപ്പോൾ എങ്ങനെയും വേടനെ അവസാനിപ്പിക്കുക, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക, അതല്ലാണ്ട് വ്യക്തിഹത്യ നടത്തി തീർക്കാനാണെങ്കിൽ വ്യക്തിഹത്യ നടത്തി തീർക്കുക. ഇങ്ങനെയൊക്കെയുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടുള്ളത്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഈ ലോകം കീഴടക്കാനായിട്ട് തീർച്ചയായിട്ടും വേടന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ദളിത് വിഭാഗത്തിന്റെ ശബ്ദമായി ഈ വേടൻ ഈ ലോകത്ത് പറന്നു നടക്കും. അതിനെ തടയാനൊന്നും ഒരു സവർണ മേധാവിക്കും അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ശക്തിക്കും സാധിക്കില്ല. അല്ലെങ്കിൽ ശശികല ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് തീർന്നു പോകുന്നതല്ല വേടൻ എന്നുള്ളതാണ് പറയാനുള്ളത്.